ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ടൈനി ഹാബിറ്റ്സ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങൾ ഭർത്താവും ഭാര്യയും, മാതാപിതാക്കളും മക്കളും, സുഹൃത്തുക്കളും പെട്ടെന്ന് തകരുന്നതല്ല. ചെറിയ ചെറിയ അവഗണനകൾ, പറയാതെ പോകുന്ന വാക്കുകൾ, ശ്രദ്ധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ, ഇവയാണ് പതുക്കെ ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബന്ധത്തെ ശക്തമാക്കുന്നത് വലിയ കാര്യങ്ങളല്ല. ഒരു പുഞ്ചിരി, നിനക്ക് എങ്ങനെയുണ്ട് എന്ന ചോദ്യം, ഒരു നന്ദി, ഒരു സ്നേഹ പ്രകടനം, ഇതാണ് ടൈനി ഹാബിറ്റ്സ് എന്ന ആശയം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം. ചെറിയ ശീലങ്ങൾ ആവർത്തിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് നമുക്ക് നോക്കാം ചെറിയ ശീലങ്ങളിലൂടെ എങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ സ്നേഹപൂർണവും സന്തോഷകരവും ശക്തവുമാക്കാം. ഈ പുസ്തകത്തിൽ ആദ്യമായിട്ട് പറയുന്നത്, വലിയ മാറ്റം വേണ്ട, ചെറിയ തുടക്കം മതി. പലരും ബന്ധം മെച്ചപ്പെടുത്താൻ വലിയ മാറ്റങ്ങൾ, വലിയ തീരുമാനങ്ങളെടുക്കും. ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല, ഇനി ഞങ്ങൾ എല്ലാ ദിവസവും ക്വാളിറ്റി ടൈം ചെലവഴിക്കും, ഇനി ഞാൻ എൻ്റെ പങ്കാളിയെ കൂടുതൽ ശ്രദ്ധിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകും. കാരണം വലിയ മാറ്റങ്ങൾ പലപ്പോഴും മനസ്സിനും ജീവിതത്തിനും ഭാരമായി തോന്നും. അതിനു പകരം ഒരു ചെറിയ ശീലം തിരഞ്ഞെടുക്കുക. രാവിലെ പങ്കാളിയെ കാണുമ്പോൾ ഒരു പുഞ്ചിരി നൽകുക. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സീ യു ലേറ്റർ എന്ന സ്നേഹത്തോടെ പറയുക. കുട്ടി സംസാരിക്കുമ്പോൾ ഫോൺ താഴെ വെച്ച് 30 സെക്കൻഡ് ശ്രദ്ധിച്ച് കേൾക്കുക. സുഹൃത്ത് ഒരു വിഷമം പറഞ്ഞാൽ ഉടനെ ഉപദേശം നൽകാതെ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയുക. ഇവ വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ബന്ധങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം ചെറിയ നിമിഷങ്ങളിലൂടെയാണ്. രണ്ടാമതായി ഈ പുസ്തകത്തിൽ പറയുന്നത്, ടൈനി ഹാബിറ്റ്സ് എന്ന ആശയത്തിൽ ഒരു പ്രധാന തത്വമുണ്ട്, മേക്ക് ദ ഹാബിറ്റ് ടൈനി. അത് വളരെ എളുപ്പമുള്ളതാക്കുന്ന. ഉദാഹരണത്തിന്, ഞാൻ ദിവസവും എൻ്റെ പങ്കാളിയുമായി 1 മണിക്കൂർ സംസാരിക്കും എന്നതിന് പകരം രാത്രി ഭക്ഷണത്തിന് ശേഷം 5 മിനിറ്റ് സംസാരിക്കും എന്ന് തുടങ്ങാം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ കൂടുതൽ ശ്രദ്ധിക്കുമെന്നതിന് പകരം ദിവസവും ഒരിക്കൽ അവരെ വിളിക്കും. ഞാൻ കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കും എന്നതിന് പകരം ദിവസവും 10 മിനിറ്റ് ഫോൺ മാറ്റിവെച്ച് കുട്ടിയോടൊപ്പം ഇരിക്കും. ചെറിയത് ആയതിനാൽ അത് ചെയ്യാൻ എളുപ്പമായതിനാൽ ആവർത്തിക്കുമ്പോൾ അത് ശീലമാകും. ശീലം മാറുമ്പോൾ ബന്ധവും മാറും. മൂന്നാമത് ഈ പുസ്തകം പറയുന്നത്, ഒരു ബന്ധത്തെ ശക്തമാക്കാൻ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന 5 ചെറിയ ശീലങ്ങൾ നോക്കാം. ഒന്നാമത്തേത് അപ്രീസിയേഷൻ ഹാബിറ്റ്. ദിവസവും ഒരിക്കലെങ്കിലും നന്ദി പറയുക. ഇത് ചെയ്തതിന് നന്ദി, നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്, നീ ഇന്ന് ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്ദി പറയാൻ വലിയ കാരണമൊന്നും ആവശ്യമില്ല. രണ്ടാമത്തത് ലിസണിങ് ഹാബിറ്റ്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഉടനെ മറുപടി പറയാനുള്ള ശ്രമം ഒഴിവാക്കുക. ആദ്യം കേൾക്കുക. പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടത് ഒരു പരിഹാരമല്ല, അവരെ ആരെങ്കിലും മനസ്സിലാക്കണമെന്നതാണ്. മൂന്നാമത്തത് സ്മൈൽ ഹാബിറ്റ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി നൽകുക. ഒരു ചെറിയ പുഞ്ചിരി പോലും നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന സന്ദേശം നൽകുന്നു. നാലാമത്തത് ചെക്ക് ഇൻ ഹാബിറ്റ്. ദിവസത്തിൽ ഒരിക്കൽ ചോദിക്കുക, ഇന്ന് നിൻ്റെ ദിവസം എങ്ങനെയായിരുന്നു. പക്ഷേ ചോദിച്ചിട്ട് മറുപടി കേൾക്കണം. അഞ്ചാമത്തേത് ഗുഡ് നൈറ്റ് ഹാബിറ്റ്. ദിവസം എങ്ങനെയായിരുന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സ്നേഹപൂർണമായ വാക്ക് പറയുക. ഗുഡ് നൈറ്റ്.
ടേക്ക് കെയർ, നാളെ കാണാം. ചെറിയ വാക്കുകൾ പക്ഷേ വലിയ വികാരങ്ങളാണ്. നാലാമത്തത്, ബന്ധങ്ങൾ തകർക്കുന്നതും ചെറിയ ശീലങ്ങളാണ്. നല്ല ശീലങ്ങൾ ബന്ധങ്ങളെ ശക്തമാക്കുന്നത് പോലെ മോശം ചെറിയ ശീലങ്ങൾ ബന്ധങ്ങളെ ദുർബലമാക്കുകയും ചെയ്യും. ഒന്നാമത്, സംസാരിക്കുമ്പോൾ ഫോൺ നോക്കുക, മറ്റൊരാ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്തുക, ചെറിയ തെറ്റുകൾ പോലും വിമർശിക്കുക, നന്ദി പറയാതിരിക്കുക, ദേഷ്യത്തിൽ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുക. ഇപ്പം ഇവ ഓരോന്നും ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ ആവർത്തിക്കുമ്പോൾ അവ ബന്ധത്തിൻ്റെ അന്തരീക്ഷം മാറ്റും. അതുകൊണ്ട് ഒരു ചോദ്യം സ്വയം ചോദിക്കൂ: ഞാൻ ദിവസവും ചെയ്യുന്ന ഏത് ചെറിയ ശീലമാണ് എൻ്റെ ബന്ധങ്ങളെ ശക്തമാക്കുന്നത്? ഏത് ശീലമാണ് എന്നെ ദുർബലമാക്കുന്നത്? ഉത്തരം കണ്ടെത്തുന്നത് തന്നെ മാറ്റത്തിൻ്റെ ആദ്യപടിയാണ്. അഞ്ചാമത്തത്, ആങ്കർ യുവർ ഹാബിറ്റ്. ഒരു പുതിയ ശീലം ഓർമ്മിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അത് ഇതിനകമുള്ള ഒരു ശീലമായി ബന്ധിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു ചായ കുടിച്ചതിന് ശേഷം പങ്കാളിയോട് ഒരു സ്നേഹവാക്ക് പറയുക. ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ കുട്ടിയെ കെട്ടിപ്പിടിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് പങ്കാളിയോട് നന്ദി പറയുക. രാവിലെ ഫോൺ എടുക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെ ഓർക്കുക. ഇങ്ങനെ പഴയ ശീലത്തിന് പിന്നാലെ പുതിയ ചെറിയ ശീലം ചേർക്കാം. പതുക്കെ അത് സ്വാഭാവികമാകും. ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, നിങ്ങളത് സ്വയം ചെയ്യും. അതാണ് ഒരു ചെറിയ ശീലം ശക്തമായ ബന്ധത്തിൻ്റെ ഭാഗമാകുന്ന നിമിഷം. ആറാമത്തത്, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, കൺസിസ്റ്റൻ്റ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധം എന്നത് ഒരിക്കലും വഴക്കില്ലാത്ത ബന്ധമല്ല, ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാത്ത ബന്ധമല്ല. തെറ്റുകൾ സംഭവിച്ചാലും വീണ്ടും ബന്ധപ്പെടാൻ കഴിയുന്ന ബന്ധമാണ് നല്ല ബന്ധം. ഇന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടു, പിന്നീട് പറയുക: ഞാൻ കുറച്ച് അധികം പ്രതികരിച്ചു, സോറി. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും അവഗണിച്ചു, പിന്നീട് ചോദിക്കുക: നിനക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ കേൾക്കാം. ഇന്ന് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നു, ഇപ്പോൾ തന്നെ പറയുക: നീ എനിക്ക് പ്രധാനപ്പെട്ട ആളാണ്. ഒരു ചെറിയ തിരുത്തൽ പോലും വലിയ അകലം കുറയ്ക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ബൈ. ഹാവ് എ നൈസ് ഡേ.